നമസ്കാരം, ഞാൻ ആരതി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഐസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ട്രീറ്റ് മാട്രസസ്. വിഴിഞ്ഞത്തിൽ VS-നെ തള്ളി. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നിർത്തിവയ്ക്കണമെന്ന VS-ന്റെ ആവശ്യം തള്ളി പിണറായി. ആരോപണം ഉയർന്നതുകൊണ്ട് മാത്രം നിർമ്മാണം ഉപേക്ഷിക്കില്ല. കമ്മീഷനെ നിയോഗിച്ചത് ക്രമക്കേടുകൾ അന്വേഷിക്കാനെന്നും അഴിമതിയുടെ പഴുതുകൾ അടച്ച് സ്വപ്ന പദ്ധതി നടപ്പാക്കാൻ തന്നെയാണ് തീരുമാനമെന്നും മുഖ്യമന്ത്രി. പദ്ധതിയിൽ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് കടക്കവേ CAG റിപ്പോർട്ടിനെതിരെ പരാതിയുമായി ഉമ്മൻചാണ്ടി. CAG കണ്ടെത്തലുകൾ വസ്തുതാപരമല്ല, റിപ്പോർട്ടിന് പിന്നിൽ ബാഹ്യ ഇടപെടലെന്ന് സംശയം. റിപ്പോർട്ട് തയ്യാറാക്കിയത് സർക്കാരിന്റെ വിശദീകരണം പരിഗണിക്കാതെയെന്നും മുൻ മുഖ്യമന്ത്രി. റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപ് തുറമുഖ വകുപ്പ് സെക്രട്ടറിയുമായി CAG ചർച്ച നടത്തിയില്ല. ഇത് സംബന്ധിച്ച് അക്കൗണ്ടന്റ് ജനറലിന് പരാതി നൽകുമെന്നും വിശദീകരണം. അതേസമയം നിർമ്മാണ കരാർ സംബന്ധിച്ച അവ്യക്തതകൾ നീക്കാൻ അന്വേഷണം ആരംഭിച്ചതായി ജുഡീഷ്യൽ കമ്മീഷൻ CN രാമചന്ദ്രൻ. അമിതാവേശത്തിൽ അറസ്റ്റ്. കണ്ണൂരിൽ പരസ്യമായി മാടിനെ കശാപ്പ് ചെയ്ത സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റിയടക്കം 8 പേർ അറസ്റ്റിൽ. യുവമോർച്ച പ്രവർത്തകരുടെ പരാതിയിൽ പോലീസ് നടപടി പരസ്യ കശാപ്പ് കേന്ദ്ര ഉത്തരവിന് വിരുദ്ധമെന്നാരോപിച്ച് നേതാക്കളെ അറസ്റ്റ് ചെയ്തത് കണ്ണൂർ മജിസ്ട്രേറ്റിന്റെ പ്രത്യേക അനുമതി നേടിയ ശേഷം. പ്രതികൾക്കെതിരെ ചുമത്തിയത് 1 വർഷം വരെ തടവും 5000 രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റം. അതേസമയം പ്രതിഷേധ മാർഗത്തിൽ തെറ്റില്ലെന്നും നിയമ നടപടികൾ നേരിടാൻ തയ്യാറെന്നും നേതാക്കൾ. പരസ്യ കശാപ്പ് നടത്തിയതിന് റിജിൽ മാക്കുറ്റിയടക്കം 3 പേരെ നേതൃത്വം നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. അതിനിടെ കേന്ദ്രത്തിന്റെ കശാപ്പ് നിയന്ത്രണം സംസ്ഥാന താൽപര്യങ്ങൾക്ക് വിരുദ്ധമല്ലെന്ന് അരുൺ ജെയ്റ്റ്ലി. വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ളത് കാലിച്ചന്തകളിൽ നിന്ന് കന്നുകാലികളെ ആർക്ക് വാങ്ങാം ആർക്ക് പാടില്ല എന്ന്. സംസ്ഥാന അധികാരത്തിനു മേൽ കേന്ദ്രം കടന്നുകയറിയെന്ന ആരോപണം തെറ്റെന്നും വിശദീകരണം. വീര്യമേറുന്ന മദ്യനയം. ഇടത് സർക്കാരിന്റെ മദ്യനയത്തെ ചോദ്യം ചെയ്ത് പ്രതിപക്ഷ നേതാവ്. തിരഞ്ഞെടുപ്പിന് മുമ്പ് മദ്യക്കച്ചവടക്കാരുമായി നേതാക്കൾ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം ശക്തമാണ്. മദ്യശാലകൾ തുടങ്ങാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ അനുമതി വേണ്ടത് തീരുമാനം അപലപനീയമെന്നും രമേശ് ചെന്നിത്തല. തിരുവനന്തപുരം ചേർത്തല പാതയും കുറ്റിപ്പുറം കണ്ണൂർ പാതയും ദേശീയ പാതകളല്ലാത്തതിനാൽ ദൂരപരിധി ഉത്തരവ് ബാധകമല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയത് ഇന്നലെ. അതിനിടെ മദ്യശാലകൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ അനുമതി വേണ്ടെന്ന സർക്കാർ തീരുമാനം കൂടി വന്നതോടെ മദ്യപന്മാർക്ക് ആഘോഷക്കാലം. ഗംഗേശ് ആനന്ദ പോലീസ് കസ്റ്റഡിയിൽ. പീഡന ശ്രമത്തിനിടെ ജനനേന്ദ്രിയം ഛേദിക്കപ്പെട്ട സ്വാമി ഗംഗേശാനന്ദ പാദം 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ. സ്വാമിക്ക് ആവശ്യമായ വൈദ്യസഹായം ഉറപ്പുവരുത്തണമെന്ന നിർദ്ദേശത്തോടെയുള്ള നടപടി തിരുവനന്തപുരം പോക്സോ കോടതിയുടേത്. അതേസമയം ഗംഗേശാനന്ദയെ ഹാജരാക്കുന്നത് വൈകിപ്പിച്ച പോലീസിന് കോടതിയുടെ വിമർശനം. സ്വാമിയുടെ അസാന്നിധ്യത്തിൽ കസ്റ്റഡി അപേക്ഷ നൽകിയാൽ നടപടി ഉണ്ടാവുക എങ്ങനെയെന്ന് കോടതി. ഇതേ തുടർന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഗംഗേശാനന്ദയെ കോടതിയിൽ ഹാജരാക്കിയത്. പാക് പ്രകോപനത്തിന് മറുപടി. അതിർത്തിയിലെ പാക് പ്രകോപനത്തിൽ ശക്തമായി തിരിച്ചടിച്ച് ഇന്ത്യ. സൈന്യം നടത്തിയ പ്രത്യാക്രമണത്തിൽ 5 പാക് സൈനികർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ട്. വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാന്റെ പ്രകോപനം പൂഞ്ച് നൌഷേര മേഖലകളിൽ. ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറെ വിളിച്ചുവരുത്തി പ്രതിഷേധമറിയിച്ച് പാകിസ്ഥാൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഐസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ട്രീറ്റ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.